നമസ്കാരം. നമ്മുടെ ജീവിതത്തിന് നിരവധി ലക്ഷ്യങ്ങളുണ്ട് എന്ന് നമ്മൾ പറയും. നമുക്കൊരു ജോലി കിട്ടണം, കല്യാണം കഴിക്കണം, വീടെടുക്കണം, കാറ് വാങ്ങിക്കണം, എല്ലാം ആയിക്കോട്ടെ, എല്ലാ ലക്ഷ്യങ്ങളും ആയിക്കോട്ടെ. പക്ഷെ അതൊന്നുമല്ല. പരമമായ ലക്ഷ്യം മനസ്സിനെ ശുദ്ധീകരിച്ച് ആത്മതത്വം കണ്ടെത്തുക, നമ്മുടെ ഉള്ളിലുള്ള ഈശ്വരനെ കണ്ടെത്തുക. തത്വമസി, അഹം ബ്രഹ്മാസ്മി, ബ്രഹ്മസത്യം, ഇതറിയുക. അതറിയണമെങ്കിൽ എന്ത് വേണം? മനസ്സിനെ നമ്മൾ പ്യൂരിഫൈ ചെയ്ത് കൊണ്ടുവരണം. എങ്ങനെ മനസ്സിനെ പ്യൂരിഫൈ ചെയ്യുക? ഭക്തി യോഗത്തിലാവും. നിരന്തരം ഭക്തിയും നിരന്തരം ഈശ്വര ചിന്തയായിരിക്കണം. മനസ്സിൽ മറ്റു ചിന്തകൾ വരാതിരിക്കണം. കർമ്മയോഗത്തിൽ നിങ്ങൾ എന്ത് ജോലി വേണമെങ്കിലും ചെയ്തോ, അടുക്കളയിൽ പണിയെടുത്തോ, അല്ലെങ്കിൽ പുറത്ത് പണിയെടുത്തോ, ഓഫീസിൽ ജോലി ചെയ്തോ, എപ്പോഴും ഈശ്വര ചിന്ത മനസ്സിൽ വെച്ചുകൊണ്ട് ആ പ്രവൃത്തി വളരെ കൃത്യമായി ചെയ്യാൻ പറ്റും. മറ്റ് ചിന്തകൾ വരില്ല. ഓരോ ദിവസവും നമ്മുടെ മനസ്സ് പ്യൂരിഫൈ ചെയ്യും. ഭക്തി യോഗത്തിൽ വേണമെങ്കിൽ ജപങ്ങളോ മന്ത്രങ്ങളോ സന്ധ്യക്കുള്ള രാമരാമ ജപമോ ഇതൊക്കെ മനസ്സിനെ പ്യൂരിഫൈ ചെയ്യും. ഭക്തിയോഗമാവാം, കർമ്മയോഗമാവാം, ജ്ഞാനയോഗം എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തിൽ ഒരു സത്യം മാത്രമേ ഉള്ളൂ. ഈ പ്രപഞ്ചത്തിൽ ആകമാനം തിങ്ങി വിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ബോധം മാത്രമേ ഉള്ളൂ. അതേ സ്ഥിരമുള്ളൂ. അതിൽ നിന്ന് ഉണ്ടായി മറയുന്നതെല്ലാം അനിത്യമാണ്, അത് സ്ഥിരമല്ല. ഇതാണ് ബ്രഹ്മസത്യം, ജഗത് മിഥ്യ. ഈ ഒരു അറിവിലൂടെ മനസ്സിനെ നമ്മൾക്ക് ശുദ്ധമാക്കാം. അല്ലെങ്കിൽ വിവിധ യോഗകളിലൂടെ നമ്മൾക്ക് മനസ്സിനെ ശുദ്ധമാക്കാം. ഇതൊക്കെ അമ്പലത്തിൽ പോവാം, ശയന പ്രദക്ഷിണം ചെയ്യാം, പ്രാർത്ഥിക്കാം, അർച്ചന നടത്താം. ഇതെല്ലാം മനസ്സിനെ ശുദ്ധീകരിക്കണം. അല്ലെങ്കിൽ ഇതൊന്നും കാര്യമില്ല. കുറേ പൈസ എനിക്ക് ഉണ്ട്, അത് ദൈവത്തിന് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. മനസ്സിനെ പ്യൂരിഫൈ ചെയ്ത് ഓരോ ദിവസത്തെ ലക്ഷ്യതായിരിക്കണം. മനസ്സിനെ പ്യൂരിഫൈ, അതായത് ചിന്തകൾ വരാതിരിക്കും. മറ്റ് അനാവശ്യമായ ചിന്തകളാണ്. 50,000 അനാവശ്യമായ ചിന്തകൾക്ക് പകരം ഒറ്റ ചിന്ത മാത്രം മനസ്സിൽ കൊണ്ടുവന്ന എല്ലാം നമുക്ക് വളരെ ഭംഗിയായി ചെയ്യാൻ പറ്റും. അത് പ്രാക്ടീസ് ചെയ്യണം. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമ്മൾക്ക് ഈശ്വരനുമായി യോജിക്കാൻ കഴിയും. അല്ലെങ്കിൽ സെൽഫ് റിയലൈസേഷൻ എന്ന് പറഞ്ഞാൽ അതാണ്. സെൽഫ് റിയലൈസേഷനാണ് ജീവിതത്തിൻ്റെ ലക്ഷ്യം. നമ്മുടെ ഉള്ളിലുള്ള ആത്മാവിനെ കണ്ടെത്തുക. അതിനെയാണ് സെൽഫ് റിയലൈസേഷൻ, ആത്മസാക്ഷാത്കാരം. അത് തന്നെയാണ് ദൈവസാക്ഷാത്കാരം എന്നൊക്കെ. അത് തന്നെയാണ് മോക്ഷം, അത് തന്നെയാണ് കൈവല്യം, അത് തന്നെയാണ് മുക്തി. എല്ലാം ഒന്ന് തന്നെ. ഒറ്റ ലക്ഷ്യം മാത്രമേ ജീവിതത്തിലുള്ളൂ. മനസ്സിനെ ശുദ്ധീകരിച്ച് നമ്മുടെ ഉള്ളിലുള്ള ഈശ്വരനെ കണ്ടെത്തുക. അതിലൂടെ ഈ പ്രപഞ്ചത്തിലാകമാനം തിങ്ങി വിങ്ങി നിറഞ്ഞു കിടക്കുന്ന ബ്രഹ്മം, പരമാത്മാവ് മാത്രമേ ഉള്ളൂ എന്നതിലെത്തുക. അങ്ങനെയാണെങ്കിൽ ജീവിത സാക്ഷാത്കാരമായി. ഓക്കെ, താങ്ക് യു.